നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗംഗാവലിപ്പുഴയിൽ നിന്ന് ഡ്രഡ്ജിങ്ങിൽ ക്രഷ് കാർഡ് കിട്ടി. അർജുന്റെ ലോറിയുടേതെന്ന് മനാഫ്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള ഡ്രഡ്ജിങ്ങിൽ ക്രാഷ് കാർഡ് കിട്ടിയെന്ന് ലോറി ഉടമ മനാഫ്. ഇത് അർജുൻ ഓടിച്ച വണ്ടിയുടെ ക്രാഷ് കാർഡാണെന്നും മനാഫ് പറഞ്ഞു. നേരത്തെ പൊട്ടിവീണ ഇലക്ട്രിക് ടവറിന്റെ ഒരു ഭാഗവും ഒരു കെട്ട് കയറും കണ്ടെത്തിയിരുന്നു. നാവികസേനാ സംഘം മാർഗം ചെയ്ത സ്ഥലത്ത് നിന്നാണ് കയർ കിട്ടിയത്. കണ്ടെത്തിയ കയർ അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് വാഹനത്തിന്റെ ഉടമ പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട്ടെ കമ്പിളിപ്പാറ കരിങ്കൽ ക്വാറിയിൽ വീണ്ടും ഖനനം തുടങ്ങാൻ നീക്കമെന്ന് പരാതി. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കോഴിക്കോട് വിലയങ്ങാട് മലയങ്ങാട് മലയിലെ കമ്പിളിപ്പാറ കരിങ്കൽ ക്വാറിയിൽ വീണ്ടും ഖനനം തുടങ്ങാൻ നീക്കമെന്ന് പരാതി. ഉരുൾപൊട്ടി ക്വാറിയിലടിഞ്ഞ കല്ലും മണ്ണും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തു തുടങ്ങി. ക്വാറിയിലെ റോഡുകൾ പുനർനിർമ്മിച്ച് വാഹനം ഉൾപ്പെടെ എത്തിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വിലങ്ങാട് ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ച വാണിമേൽ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മലയങ്ങാട് മലയിലാണ് കമ്പിളിപ്പാറ ക്വാറി. ക്വാറിയുടെ മുകളിലും സമീപത്തുമായി പലയിടത്തും ജൂലൈ മാസത്തിൽ ഉരുൾപൊട്ടി. സമീപത്തെ വീടും തകർന്നിരുന്നു. മോഷ്ടിച്ച ചെക്ക് ഉപയോഗിച്ച് സഹകരണ ബാങ്കിൽ നിന്നും പണം തട്ടാൻ ശ്രമം. ജീവനക്കാരനും കൂട്ടാളിയും അറസ്റ്റിൽ. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ച ജീവനക്കാരനും കൂട്ടാളിയും അറസ്റ്റിൽ. ബാങ്കിലെ പിയൂൺ ദേവജിത്ത്, കൂട്ടാളി സേവി എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ച ചെക്ക് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ പിൻവലിക്കാനായിരുന്നു ശ്രമം. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബാങ്കിന് പണം നഷ്ടമായിട്ടില്ലെന്നും ദേവജിത്തിനെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ബാങ്കിൽ നിന്ന് ജീവനക്കാരനായ ദേവജിത്ത് ചെക്ക് തന്ത്രപൂർവ്വം മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് ഈ ചെക്ക് ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു. കിരൺ റാവുവിന്റെ ലാപത ലേഡീസിന് ഓസ്കാർ എൻട്രി. OTTയുടെ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ലാപത ലേഡീസ് ഓസ്കാറിലേക്ക്. 97ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായാണ് കിരൺ റാവു സംവിധാനം ചെയ്ത അമീർ ഖാൻ നിർമ്മാണവും നിർവഹിച്ച ചിത്രത്തിന് ലഭിച്ചത്. മികച്ച വിദേശ സിനിമ വിഭാഗത്തിലാണ് ചിത്രം പരിഗണിക്കുക. വിപ്ലവ് ഗോസ്വാമിയുടെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം 2024 മാർച്ച് 1-നാണ് പ്രദർശനം ആരംഭിച്ചത്. പുതുമുഖങ്ങളായ പ്രതിഭാരത്ന, സ്പർശ് ശ്രീവാസ്തവ്, നിതാൻഷി ഗോയൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസിന്റെ പിൻചക്രം ഊരിത്തെറിച്ചു. പെരിങ്ങോട് വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസിന്റെ പിൻഭാഗത്തെ ടയർ ഊരിത്തെറിച്ചു. അല്ലമീൻ സെൻട്രൽ സ്കൂളിന്റെ ബസിന്റെ ചക്രമാണ് ഊരിത്തെറിച്ചത്. ബസിന് വേഗം കുറവായതിനാലും ഉടനെ ഡ്രൈവർ ബസ് നിർത്തിയതിനാലും അപകടം ഒഴിവായി. പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. ബസ്സിൽ 20-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂൾ ബസിന്റെ പിൻവശത്തെ ചക്രമാണ് ഊരിത്തെറിച്ചത്. തുടർന്ന് സ്കൂൾ അധികൃതർ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മറ്റൊരു ബസ്സിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോയി. മോട്ടോർ വാഹന വകുപ്പ് വിറ്റ്നസ് കൊടുത്ത ബസ്സാണ്. എന്താണ് സംഭവിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദമായി പരിശോധിക്കും.